ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 11 14 അധ്യായം. ഭക്തിയോഗ നിരൂപണം. ഉദ്ധവൻ പറഞ്ഞു, ശ്രേയസ്കരങ്ങളായി കൃഷ്ണ പലതും ചൊൽവു സൂരികൾ, അവയെല്ലാം തുല്യമാണോ, വല്ലതും സുപ്രധാനമോ? അനപേക്ഷം ഭക്തിയോഗം ചൂണ്ടിക്കാട്ടി ഭവാൻ ഗുരോ, സർവസംഗം വിട്ട മനസ്സ് എമ്മട്ടിൽ ചേരുമങ്ങയിൽ. ഭഗവാൻ പറഞ്ഞു, പ്രളയത്തിങ്കൽ നഷ്ടപ്പെട്ട പോലായി വേദം, അന്നു ഞാൻ ഉപദേശിച്ചു വിധിക്ക് ആ ധർമ്മം ഞാൻ തന്നെയാം പൊരുൾ. ബ്രഹ്മാവിൽ നിന്നതാർജിച്ചു പുത്രൻ സ്വയംഭുവൻ മനു, അവങ്കൽ നിന്നു ഭൃഗ്വാദി സപ്തബ്രഹ്മർഷി മുഖ്യരും, പിന്നെ സുരാസുരന്മാർ ഗുഹ്യകന്മാർ മർത്യർ സിദ്ധരും ഗന്ധർവർ കിന്ദേവർ വിദ്യാധരന്മാർ ചാരണാദിയും, കിന്നരന്മാർ നാഗർ രക്ഷസ്സുകൾ കിംപുരുഷാദിയും, പിത്രോപദേശാൽ ആർജിച്ചു ബഹുത്രിഗുണശാലികൾ. ഏവം പ്രാണികളും വേറെ വേറെയായി തന്മതങ്ങളും സ്വസ്വപ്രകൃതി പോൽ വേദവ്യാഖ്യയും ഭിന്ന ഭിന്നമായി. സ്വസ്വപ്രകൃതിയാലേവം ഭിന്നമായി ബുദ്ധിവൃത്തിയും, ചിലർ പാരമ്പര്യപക്ഷം അന്യർ പാഖണ്ഡപക്ഷവും. എന്മായയാൽ മോഹിതരായി പുമാന്മാർ പുരുഷർഷഭ, ശ്രേയസ്സായി പലതും ചൊൽവൂ കർമ്മം പോൽ രുചി പോലെയും. ചിലർ ധർമ്മം, ചിലർ യശക്കാമ സത്യധമങ്ങളും ശമൈശ്വര്യങ്ങളും ത്യാഗഭുക്തി ദാനതപങ്ങളും യജ്ഞം വ്രതം നിയമവും ചൊൽവൂ ശ്രേയോ നിദാനമായി. ആദ്യന്തവത്താണീ ലോകജീവിതം കർമ്മനിർമ്മിതം, ദുഃഖോദർക്കം തമോനിഷ്ഠം ക്ഷുദ്രാനന്ദം ശുചാർപ്പിതം. എല്ലാം വെടിഞ്ഞിട്ട് ആത്മാവാം എങ്കൽ താൻ കരളൂന്നിയോർ നേടും സുഖം, വിഷയികൾക്കെമ്മട്ടിൽ സഭ്യ കൈവരും. സമചിത്തൻ ശാന്ത നിഷ്കിഞ്ചനായ ജിതേന്ദ്രിയൻ എന്നാൽ സുഖിതനായിത്തീരുമെങ്ങും സന്തുഷ്ടമാനസൻ. വിരിഞ്ചപട്ടം ശതമന്യുപട്ടം പാതാളഭൂനാഥത യോഗസിദ്ധി, ആത്മാവെനിക്കേകിയവന്നു വേണ്ട ഞാൻ എന്നിയെ മറ്റൊരു വസ്തു പോലും. മൽപുത്രൻ വിധിയോ പൗത്രൻ ശിവനോ ഭാര്യലക്ഷ്മിയോ ജ്യേഷ്ഠനാം രാമനോ, ഭക്ത നിന്നെക്കാൾ ഹൃദ്യനല്ലമേ. മുനിശാന്തൻ വൈരമറ്റ നിരപേക്ഷൻ സമേക്ഷണൻ, ലോകം കാൽപ്പൊടിയാൽ ശുദ്ധീകരിപ്പോൻ എൻ്റെ നായകൻ. ദരിദ്രരെന്നോടനുരാഗവായ്പഴും പ്രശാന്തർഭൂതപ്രിയരാം മഹാജനം, കാമത്തെ വെന്നിട്ട് അറിയുന്ന സുസ്വതന്ത്രതാസുഖജ്ഞാനമസാധ്യം അന്യരാൽ. അജിതേന്ദ്രിയനാം കാമബദ്ധനൻ ഭക്തനാവുകിൽ, ക്രമാൽ പ്രവൃദ്ധമാം ഭക്തിയാ ജയിക്കും വിഷയങ്ങളെ. കത്തിച്ച തീ വിറകിനെ ഭസ്മമാക്കുന്ന രീതിയിൽ എന്നിൽ പ്രവർത്തിക്കും ഭക്തി ഒടുക്കും പാപമത്രയും. ദൃഢഭക്തി കണക്ക് ആകർഷിക്കുന്നില്ലെന്നയുദ്ധവ, സ്വാധ്യായം ത്യാഗം തപസ്സും യോഗസാഖ്യാദിധർമ്മവും. ഞാൻ ആത്മാവാണു സശ്രദ്ധ ഭക്തന്മാർക്കു വിധേയനും, ചണ്ഡാളനും ഭക്തനെങ്കിൽ കൊടുക്കും ജന്മമുക്തി ഞാൻ. ദയാസത്യയുതൻ ധർമ്മതപോയുക്തനുമാകിലും, മൽഭക്തനല്ലെങ്കിൽ ആത്മശുദ്ധി നേടില്ല വേണ്ട പോൽ. ഭഗവത് ഭക്തിയാൽ രോമഹർഷം ആനന്ദബാഷ്പമായി ഉതിരായിൽ, മനഃശുദ്ധിയുളവാകുന്നതെങ്ങനെ? ദ്രുതാശയൻ ഗദ്ഗതവാൻ സദാപി കേഴുന്നവൻ, സുസ്മിതവാൻ ചിലപ്പോൾ വിലജ്ജമുച്ചം സ്തുതി പാടിയാടും ഭക്തൻ, ജഗത്തിനരുളുന്നു ശുദ്ധി. തീയിൽ പഴുത്താൽ ചെളിപോയ പൊന്നിൽ സ്വന്തം പ്രകാശം പുലരുന്ന പോലെ, മൽഭക്തിയോഗം വഴി കർമ്മബന്ധമുക്തൻ മമാത്മാവിലലിഞ്ഞിടുന്നു. മൽപുണ്യകീർത്തി ശ്രുതിഗീതി മൃഷ്ടഹൃത്തിൽ തിളങ്ങും പരമാർത്ഥ വസ്തു, നീലാഞ്ജനത്താൽ തെളിവുറ്റ കണ്ണിൽ വിളങ്ങിടുന്നു പരമാത്മതത്വം. വിഷയധ്യായി തൻ ചിത്തം വിഷയങ്ങളിലെന്ന പോൽ, എന്നിൽ താനലീപ്പൂ ഹൃത്തെന്നെ തന്നെ നിനപ്പവൻ. സ്വപ്നം മനോരാജ്യവും പോലുള്ള മിഥ്യയെ വിട്ടു നീ
ഉള്ളുറപ്പിക്കുക അതിനാൽ എന്നിലെ ഭാവശുദ്ധിയിൽ. സ്ത്രീയെ സ്ത്രീസംഗിയെ ദൂരെ ത്യജിച്ചുത്ബുദ്ധനാത്മവാൻ ഏകാന്തത്തിലിരുന്നെന്നെ ധ്യാനിച്ചാർജിക്കണം സുഖം. സ്ത്രീയാൽ സ്ത്രീസംഗിയാൽ ബദ്ധനുളവാം ക്ലേശബന്ധനം വലുതാണ്, അത്ര വലുതല്ല അന്യസംഘങ്ങളൊന്നുമേ. ഉദ്ധവൻ പറഞ്ഞു, ഏതേതു മട്ടിൽ ധ്യാനിപ്പൂ ത്വദ്രൂപം ത്വൽഗുണങ്ങളും മുമുക്ഷുക്കൾ, ഇതങ്ങിപ്പോൾ അരുളി ചെയ്തിടേണമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, സമാസനസ്ഥൻ സസുഖൻ ലംബകായൻ തുടയ്ക്കുമേലിരുകൈകളും വച്ചു ദൃഷ്ടി മൂക്കിൻ തുമ്പിൽ ഉറയ്ക്കവേ. രേചകം കുംഭകം പൂരകം ഇമ്മട്ടിൽ യഥാക്രമം പ്രാണായാമം നടത്തേണ്ടു വീണ്ടും വീണ്ടും ജിതേന്ദ്രിയൻ. സമാസനസ്ഥൻ സസുഖൻ ലംബകായൻ തുടയ്ക്കുമേലിരുകയ്യും വച്ചു ദൃഷ്ടി മൂക്കിൻ തുമ്പിൽ ഉറയ്ക്കവേ. രേചകം കുംഭകം പൂരകം ഇമ്മട്ടിൽ യഥാക്രമം പ്രാണായാമം നടത്തേണ്ടു വീണ്ടും വീണ്ടും ജിതേന്ദ്രിയൻ. മൂലാധാരോദ്ധൃതം താമരനൂൽ പോൽ മണിനാദമായി കയറ്റി പ്രാണനാൽ ഹൃത്തിൽ ഓങ്കാരത്തെ മുഴക്കണം. ത്രിസന്ധ്യയ്ക്കും 10 വീതം പ്രാണായാമം നടത്തിയാൽ 1 മാസത്താൽ പ്രണവം ജയിക്കും പ്രാണവൃത്തിയെ. ഹൃൽ താമരത്തണ്ടുമേലോട്ടാണ് കീഴോട്ടതിൻ മുഖം. ഹൃദിസ്ഥ അഷ്ടദളധ്യാനാൽ അത് ഊർധ്വദളമാക്കണം. അതിൻ കർണികയിൽ സൂര്യസോമവഹ്നികൾ മേൽക്കുമേൽ ധ്യാനിക്കാം. വഹ്നിമധ്യത്തിൽ ഈ മദ്രൂപം സുമംഗളം. സമൻ പ്രശാന്തൻ സുമുഖൻ ദീർഘചാരു ചതുർഭുജൻ സുചാരു സുന്ദരഗ്രീവൻ സുഖപോലൻ ശുചിസ്മിതൻ. സമാനകർണവിന്യസ്ത സ്ഫുരൻ മകരകുണ്ടലൻ ഹേമാംബരൻ ഘനശ്യാമൻ ശ്രീവത്സ ശ്രീനികേതനൻ. ശംഖചക്രഗദാ പത്മവനമാലാ വിഭൂഷിതൻ. കാലിൽ ചിലമ്പാൽ മാറിൽ കൗസ്തുഭത്താൽ ദ്യുതിപൂൺമവൻ. കിരീടം തോൾവള അരഞ്ഞാണം വളയുമുള്ളവൻ. സർവാംഗസുന്ദരൻ ഹൃദ്യൻ പ്രസന്നവദനേക്ഷണൻ. സർവാംഗങ്ങളിൽ ഹൃത്തൂന്നിയോർക്കുക സുകുമാരനെ. വിഷയങ്ങളിൽ നിന്നിന്ദ്രിയങ്ങളെ പിൻവലിക്കുക. രഥിയാം ബുദ്ധിയാൽ ധീര മനസ്സെന്നിലുടക്കുക. ഇനി സർവവ്യാപ്തമാം ഹൃത്തൊരിടത്തു നിർത്തണം. പിന്നെ മറ്റെല്ലാം മറന്നിട്ട് ഓർക്കണം മുഖസുസ്മിതം. പിന്നെ ദൃഢാശയം പിൻവലിച്ചു വിണ്ണിൽ തറയ്ക്കണം. പിന്നെ ഞാനല്ലാത്തതെല്ലാം വിട്ടെന്നിൽ താൻ ലയിക്കണം. സമാഹിത മനസ്കന്റെ ജീവൻ എന്നിൽ സമഷ്ടിയിൽ ആളും തീയിൽ തീപ്പൊരി പോൽ വിലയിക്കുന്നിതഞ്ജസ. തീവ്രധ്യാനാൽ എന്നിലേവം യോഗി ചിത്തമുടക്കിയാൽ വരിപ്പൂ നിർവാണം ഉടൻ ദിവ്യജ്ഞാനക്രിയാഭ്രമം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.